താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയവരെ തേടിയെത്തുന്ന പോലീസാണ് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം പേരെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം പോലീസ് വാതിലിൽ മുട്ടുകയാണെന്ന് ആരോപണമുണ്ട്. പ്രതികളെ തേടി പകൽ സമയത്തും സമരസമിതി പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്ക് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ വിടുന്ന ആരും ഒന്നിനും പോയില്ല. ഞങ്ങൾ പെണ്ണുങ്ങളാരും ഒന്നിനും ഇറങ്ങിയില്ല. അതിന് ഞങ്ങൾ എന്താ ചെയ്ത്? അല്ല ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിരുന്ന കാര്യം, ഞങ്ങളിവിടെ രാത്രി വന്ന് അതിന്റെ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്ന കാര്യം. വരുന്ന പറഞ്ഞ വരുന്ന ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ? രാത്രിയൊക്കെ 12 മണിക്ക് 2 മണിക്ക് ഇവിടെ വരുന്ന ഞങ്ങൾ ബുദ്ധിമുട്ടല്ലേ? ആയിക്കോട്ടെ, ഇനി പകലും നിങ്ങൾ വന്നോളി. രാത്രി വരുന്നതിനെ പറ്റി ചോദിച്ചു. പ്രതികളെ പിടികൂടാനെന്ന പേരിൽ വീട്ടിലുള്ള സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിങ്ങളുടെ പേരിൽ കേസെടുക്കുന്നതാണ്. ആരുടെ പേരിൽ? പാവപ്പെട്ട സഹോദരിമാരുടെ പേരിൽ, വീട്ടമ്മമാരുടെ പേരിൽ, അവിടെയുള്ള കുട്ടികളുടെ പേരിൽ വരെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരിലും കേസെടുക്കും. അത് ഏത് നിയമത്തിൽപ്പെട്ട? ഫ്രഷ് കട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് 74 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. പ്രദേശത്ത് പോലീസ് പരിശോധന തുടരുകയാണ്. ആക്രമണത്തിന് പിന്നിൽ SDPI ആണെന്ന് CPM ആരോപിക്കുമ്പോഴും കേസിലെ 1-ാം പ്രതിയായ DYFI നേതാവായ മഹറൂഫ് ഉൾപ്പെടെ ഒളിവിലാണ്. ഫ്രഷ് കട്ടിനെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.